വി ബാക്ക് ഗൈസ്. അങ്ങനെ നമ്മൾ ലോക്ക്ഡൗണിന് ശേഷം നമ്മുടെ ഹോം ബേക്ക് സീരീസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ലോക്ക്ഡൗൺ സമയമായിട്ടും ഹോം ബേക്കേഴ്സിനൊന്നും അങ്ങനെ വലിയ ക്ഷാമൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് നല്ല രീതിയിൽ കച്ചവടം കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് പുറത്തിറങ്ങി വീഡിയോ ചെയ്യണമെങ്കിൽ ലോക്ക്ഡൗൺ തീരണം. അങ്ങനെ ലോക്ക്ഡൗൺ തീർന്ന് നമ്മൾ ആദ്യം തന്നെ ഇറങ്ങി വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഒരു ഗിഫ്റ്റ് ഹാമ്പർ അയച്ചു തന്നത് മോംസ് കഫേ എന്ന് പറയുന്ന പേജാണ് കേട്ടോ. ഇവർ 2-3 വെറൈറ്റി ഐറ്റംസ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ആദ്യം പുറത്തെടുത്ത് അൺബോക്സ് ചെയ്യാം. നമ്മൾ ചെക്കന്മാരെല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. ലോക്ക്ഡൗൺ ഒക്കെ തീർന്ന് ആദ്യം തന്നെ കിട്ടിയ സാധനമാണല്ലോ. അപ്പോൾ ആവശ്യം എല്ലാവരും കുറച്ച് കൂടുതലായിരുന്നു. രണ്ട് ചെറിയ ബോക്സ് പാച്ച് കൊടുക്കുന്നുണ്ടല്ലേ, അതെന്താ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നമുക്കറിയാം ലോക്ക്ഡൗണിന്റെ സമയത്ത് വന്നൊരു സ്പെഷ്യൽ ആയിട്ടാണ് കൊറിയൻ ലഞ്ച് ബോക്സ് എന്ന സംഭവം. അതെന്താണ് അതിന് സംഭവം എന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ആദ്യം ഈ സാധനങ്ങളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കിയത് അവർ ഒരു സ്പെഷ്യൽ ഐറ്റമായ റെഡ് ചോക്കോ കേക്കാണ് കേട്ടോ. ഇത് അവരുടെ സ്പെഷ്യൽ ഐറ്റാണ് കേട്ടോ. അവരുടെ സ്പെഷ്യൽ റെസിപ്പിയിൽ അവർ തന്നെ ചെയ്യുന്ന സ്പെഷ്യൽ ഐറ്റാണ് റെഡ് ചോക്കോ കേക്കാണ്. കാണാനൊക്കെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അവർ ഡിസൈൻ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് കൊറിയൻ ലഞ്ച് ബോക്സ് ആണ്. ഇതാ റാഫല്ലോ ലഞ്ച് ബോക്സും അതേപോലെ തന്നെ ന്യൂട്ടല്ല കൊറിയൻ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. സംഭവം ഈ ലഞ്ച് ബോക്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു സാധാരണ നമ്മളെ കാണുമ്പോൾ കേക്ക് പോലെ തന്നെ, പക്ഷേ സംഭവം ഇത് വലിയ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ കേട്ടോ. സംഭവം ചെറിയ കേക്കാണ്, മിനി കേക്ക് എന്നൊക്കെ പറയാം. കേക്കിൻ്റെ ഒരു മിനി വേർഷൻ എന്നൊക്കെ പറയാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് നമ്മൾ നോക്കിയത് റെഡ് ചോക്കോ കേക്കാണ്. സംഭവം കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. ഇതൊക്കെ നമുക്ക് അവരിൽ 3-4 ലെയറിലാണ് അവരുടെ സാധനം സെറ്റ് ചെയ്ത്. അത് ഞാൻ കാണിച്ചു തരാം. മുറിക്കലും കഴിക്കലൊക്കെ പെട്ടെന്നായിരുന്നു. അതിനൊന്നും ഒരു കുറവുമില്ല. നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ചെറിയ അവസരം തരാം. അതൊന്നും ഇവർക്കില്ല. ഇവർക്ക് കഴിച്ചാൽ മതിയല്ലോ. സാധനം അഭിപ്രായം ചോദിച്ചാലോ? ഇതാണ് സംഭവം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ലയേഴ്സ് ഇട്ടോ. റെഡ് ചോക്കോ എന്ന് പറഞ്ഞ സാധനം അടിപൊളിയായിരുന്നു. ഒരു മസ്റ്റർ ഐറ്റം തന്നെ പറയാം കേട്ടോ. നമുക്ക് കുറേ ചോക്കോന്റെ സംഭവങ്ങളൊക്കെ ലേയേഴ്സ് ആയിട്ട് കടിക്കാൻ കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ പുതിയ ഐറ്റം, നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് വന്ന ലഞ്ച് ബോക്സ്. ഇത് റാഫല്ലോ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് സംഭവം. ഒരു മിനി വേർഷൻ കേക്ക് എന്നൊക്കെ പറയട്ടെ. സംഭവം ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നു. നമുക്ക് ഒരാൾക്ക് തിന്നാനുള്ളത് ഉണ്ടെന്ന് പറയാം. മാക്സിമം പോയ 2 ആൾ വരെ. അതൊക്കെ ഓരോരുത്തർ കപ്പാസിറ്റി അടിച്ചിരിക്കും. പിന്നെ നമുക്ക് മൂന്നാമത്തെ ആയിട്ടാണ് ന്യൂട്ടല്ല കൊറിയൻ ലഞ്ച് ബോക്സ് കേട്ടോ. ഇതും സംഭവം മിനി വേർഷൻ കേക്ക് എന്നൊക്കെ പറയാം. ഫുള്ളി ചോക്ലേറ്റ് ആയിരുന്നു ഇതിലുള്ളത്. അതും സംഭവം അടിപൊളിയായിരുന്നു. ചെങ്ങായിനോട് അതിൻ്റെ ഒരു സ്പൂണ് തരാം. നമുക്ക് ഇവർ വീഡിയോ എടുക്കണമല്ലോ, നമുക്ക് ഇവരൊന്നും സമയം തരുന്നില്ലല്ലോ. അങ്ങനെ ഒരാളെ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറയും കൊടുത്ത് ഓനെ തട്ടിപ്പറിച്ച് സാധനം മേടിച്ച് ഞാനും ടേസ്റ്റ് ചെയ്തു. ആ സാധനം കണ്ട ബോൾ അതും കൂടി കൂട്ടി ഒരു ഒറ്റ പിടുത്തന്നെ പിടിച്ചിട്ടോ. സംഭവം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ ചോക്ലേറ്റ് അതിലുണ്ട്. വേറെ തന്നെ വൈബായിരുന്നു കേട്ടോ. അതെടുത്തൊരു സ്പൂണ് കഴിക്കണം മക്കളെ. ആഹാ അടിപൊളി. അങ്ങനെ തന്നെ പറയാം കേട്ടോ. ഇതൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. ഇപ്പം കുറേ പേര് ചെയ്യുന്നുണ്ട് നമുക്ക് കൊറിയൻ ലഞ്ച് ബോക്സ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അങ്ങോട്ട് തീറ്റ മത്സരം എന്ന് പറഞ്ഞാൽ തീറ്റ മത്സരമായിരുന്നു. ഓരോരുത്തരും 4 ഭാഗത്തിരിക്കുക, കഴിക്കുക. നോക്കി കേക്ക് 2 ആളും കൂടി അങ്ങ് അടിച്ച് കയറ്റിക്ക്. ഒരു തുള്ളി പോലും ബാക്കി വെച്ചാൽ നിൽക്കില്ല. പിന്നീട് 2 വീഡിയോ എടുക്കാൻ പോയതുകൊണ്ട് എനിക്ക് ആകെ കിട്ടിയതാ ലഞ്ച് ബോക്സ്. അതെങ്കിലും ഒറ്റയ്ക്ക് തിന്നാൻ വിചാരിച്ച് എന്നാലും കൊടുക്കണം ബാക്കി. അടുത്ത ഹോം ബേക്സിന് നമുക്ക് വീണ്ടും കാണാം. ഇവിടെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഗായ്സ്.